കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർത്തുല്ലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ്, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള AC ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. കോൺടാക്ട് 08069247571. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഗ്രൗണ്ട് മണ്ണിട്ടുയർത്തുന്നതിന് മണ്ണടിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. കരാർ കാലാവധിക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കോൺട്രാക്ടർ പറഞ്ഞു. ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി നേരത്തെ ഗ്രൗണ്ടിലുണ്ടായിരുന്ന 3 ഹെലിപാഡുകളും പൊളിച്ചു നീക്കി മണ്ണിട്ടുയർത്തുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട്. നിലവിൽ ഗ്രൗണ്ട് മണ്ണിട്ടുയർത്തുന്നതിനാവശ്യമായ മണ്ണിന്റെ 50% ഗ്രൗണ്ടിൽ എത്തിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി മണ്ണ് എത്തിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകും. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ നിന്നും വെള്ളപ്പാറ, വാടാനംകുറിശി എന്നിവിടങ്ങളിലെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തു നിന്നുമാണ് ഗ്രൗണ്ടിലേക്ക് ആവശ്യമായ മണ്ണെത്തിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് മണ്ണെത്തിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങളാണ് നിലവിലെ കാലതാമസത്തിന് കാരണം. ഇവയെല്ലാം മറികടന്ന് കരാർ കാലാവധിക്ക് മുൻപ് തന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാനാകുമെന്നാണ് നാട്ടുകാരനും ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന ആളുമായ കോൺട്രാക്ടർ അബൂബക്കർ പറയുന്നത്. അതേസമയം മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തികൾ നടക്കുമ്പോഴും ഗ്രൗണ്ടിന്റെ സൈഡ് വാൾ കെട്ടാതെ മണ്ണിട്ട് ഉയർത്തിയാൽ മഴ പെയ്താൽ മണ്ണ് ഒലിച്ചു പോകുവാനുള്ള സാധ്യതയും ഏറെയാണ്. 2 സൈഡും റോഡുകൾ ഉള്ളതിനാൽ സംരക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിലും മറ്റ് 2 സൈഡുകളിൽ സംരക്ഷണമില്ലാത്തതിനാൽ മണ്ണ് ഒലിച്ചു പോകുവാനുള്ള സാധ്യത ഏറെയാണ്. ഇത് പരിഹരിക്കാതെ നവീകരണം നടത്തിയാൽ ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല. അതിനാൽ ഗ്രൗണ്ടിന്റെ സൈഡ് വാൾ കെട്ടി കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയും അടിയന്തരമായി നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കരാർ കാലാവധി അവസാനിക്കാൻ 5 മാസത്തോളം ശേഷിക്കെ ഗ്രൗണ്ടിന്റെ മൊത്തം വിസ്തീർണം 60 സെന്റിമീറ്ററോളം മണ്ണിട്ട് ഉയർത്തി ഫുട്ബോൾ, വോളിബോൾ, ഗോഗോ എന്നീ കളികൾക്ക് ഉതകുന്ന വിധത്തിൽ ഗ്രൗണ്ടിനെ സജ്ജമാക്കണം. ഫുട്ബോൾ ഗ്രൗണ്ടിന് തടസ്സം സൃഷ്ടിക്കാത്ത തരത്തിൽ ഗ്രൗണ്ടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ക്രിക്കറ്റ് പ്രാക്ടീസ് പിച്ച് നിർമ്മിക്കുന്നതിന് പുറമെ വിപുലമായ ഡ്രൈനേജ് സൗകര്യവും ഗ്രൗണ്ടിന് ചുറ്റും സ്ട്രീറ്റ് ലൈറ്റുകളും മറ്റ് ഇലക്ട്രിക്കേഷൻ വർക്കുകളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിലാണ് നവീകരണ പ്രവർത്തനം നടക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നാണ് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഗ്രൗണ്ട് നവീകരണത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.